നിങ്ങൾക്ക് ക്രോട്ടൺ ചെടികൾ ഇഷ്ടമാണോ? ഞാനും എൻ്റെ വീടിൻ്റെ മുൻപിൽ കുറച്ച് ക്രോട്ടൺ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പല നിറത്തിലുള്ള ക്രോട്ടൺ ചെടികൾ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇതാ എൻ്റെ വീട്ടിലുള്ള ഒരു ക്രോട്ടൺ ചെടിയാണ് കേട്ടോ. ഇതിന് ഇലകൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ സാധാരണ നമ്മളെല്ലാവരും കമ്പ് മുറിച്ച് നട്ടിട്ടാണ് ക്രോട്ടൺ ചെടിയുടെ പുതിയ തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ്. പൊതുവെ അങ്ങനെ തന്നെയാണ് ഞാനും ഇതുവരെ ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു അത്ഭുതം കണ്ടു. അത്ഭുതം എന്താണെന്നറിയോ? ഈ ഒരു ചെടി നിങ്ങൾ സൂക്ഷിച്ചു നോക്കി. കുഞ്ഞു ചെടി കണ്ടോ? ഇതിൻ്റെ 5ാമത്തെ ഇല വന്നിട്ടുള്ളത് കണ്ടോ? അതായത് ഈ ക്രോട്ടൺ ചെടിയുടെ വിത്ത് വീണിട്ട് അതിൽ നിന്ന് മുളച്ച് വന്നിട്ടുള്ള ഒരു തൈയാണിത്. അതിൻ്റെ ആ ഒരു 5ാമത്തെ ഇല കണ്ടാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ക്രോട്ടൺ ചെടിയുടെ സെയിം ഡിസൈനിൽ വന്നിട്ടുണ്ട്. ഞാനും ആദ്യം എനിക്കറിയണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് അമ്മച്ചെടി. ഇതിലെ ഇടയ്ക്ക് ഇങ്ങനെ പൂക്കൾ പോലെ കാണാറുണ്ട്. പക്ഷെ ഇതൊരിക്കലും വിത്തായിട്ട് അതിൽ നിന്ന് പുതിയ ഒരു ചെടി ഉണ്ടാകും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇക്കാര്യം അറിയോ? ഇങ്ങനെ ക്രോട്ടൺ ചെടിയിൽ വിത്ത് വീണിട്ട് മുളയ്ക്കുന്നു. ഇപ്പം ഇതിൻ്റെ അടിയിൽ കണ്ടോ? ഈ 2-3 ഇതുപോലത്തെ ചെറിയ തൈകൾ കാണാനുണ്ട്. എൻ്റെ ഒരു ഊഹം അതും ഈ ഒരു ക്രോട്ടൺ ചെടി ആവാനാണ് സാധ്യത. നല്ല വെയിൽ കിട്ടിയാലാണ് ചിലപ്പോൾ ആ ഒരു ഇലയുടെ കളറ് വരുള്ളൂ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് നോക്കാം. ആ ഒരു ചെറിയ ക്രോട്ടൺ ചെടിയുടെ ആ ഒരു തൈയിനെ ഇത്തിരിയും കൂടി കഴിഞ്ഞാൽ ഞാൻ വേറൊരു കുഞ്ഞൊരു കവറിലേക്ക് എങ്ങാനും മാറ്റാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയായിട്ട് തന്നെ അത് വളരും.